ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ വീട്ടിലുണ്ടായൊരു ചേന കൊണ്ടൊരു മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യമേ ചേന ഞാൻ ഈ സൈസിൽ ഒന്ന് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആവശ്യമായ ചേരുവകൾ ഒരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഈ ചേനയുടെ ലെവലിൽ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കുവാണ്. ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കത് ഓഫ് ചെയ്ത് വെള്ളം ഒഴിച്ച് തുറന്ന് നോക്കാം. എന്നിട്ട് ഒരു ചീൻചട്ടി വെച്ച് നമുക്ക് ഈ തേങ്ങാക്കൊത്തും സവോളയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓവറായിട്ട് ബ്രൗൺ കളറോ ഒരുപാട് വഴന്നു പോവുകയോ ഒന്നും വേണ്ട. ആവശ്യത്തിന് ആ റോസ് സ്മെല്ലൊന്ന് മാറുന്നിടം വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. ഈ സമയത്ത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ച ആ മസാലപ്പൊടികളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു നല്ലൊരു ഫ്ലേവർ വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം നമ്മൾ ചേനയിലും ചേർത്തായിരുന്നു. അപ്പം നമ്മളുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേനയും വെന്തു ഒരു വിസിൽ കേട്ടപ്പോൾ തന്നെ. അപ്പോൾ നമ്മളിതിലേക്ക് ഗ്രേവിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ കടുക് വറുക്കാൻ പോവാണ്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പില എത്രയും ഇടുന്നോ അത്രയും ടേസ്റ്റ് കൂടും നമ്മുടെ കറിക്ക്. അപ്പോൾ നമ്മളുടെ കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്തത്. അപ്പോൾ നമ്മളുടെ ഈ കടുക് വറുത്തത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.